ഹലോ കൂട്ടുകാരെ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു 8 ദിവസം ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നാണ് പിക്കപ്പ്. അങ്ങനെ ഞാൻ എൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തു, വണ്ടിയെ കയറ്റി ഞാൻ ഇനി കൊച്ചിയിലോട്ട് പോവുകയാണ്. വെളുപ്പിനെയാണ് അവർ പിക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. വെളുപ്പിന് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ രാത്രി തന്നെ കൊച്ചിയിലോട്ട് പോയി. അങ്ങനെ എയർപോർട്ട് എത്തി, അവിടെ കൊണ്ട് വണ്ടി പാർക്കിങ്ങിലിട്ടു. കുറച്ച് നേരം കിടക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് രാവിലെ വിളിച്ചു, അവർ എത്തിയെന്ന് പറഞ്ഞു. ഇനി അവരെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ആ ലഗേജോട്ട് വന്നാണ് നമ്മുടെ ഗസ്റ്റ്. അവർക്ക് ആലുവത്തിന് റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അങ്ങനെ രാവിലെ എണീറ്റു, റെഡിയായി. ഇനി ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ ലഗേജ് എല്ലാം വന്നു, വണ്ടിയെ കയറ്റി. ഞങ്ങളിനി നേരെ പോകുന്നത് മൂന്നാർക്കാണ്. പോകുന്ന വഴിക്ക് സി എൻ ജി അടിക്കാൻ വേണ്ടി ആലുവയിൽ പമ്പിൽ കയറി ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചു. പെട്രോൾ ഒട്ടുമില്ലായിരുന്നു. പെരുമ്പാറ് കഴിഞ്ഞപ്പം ജിയോടെ പമ്പിൽ കയറി 2500 പെട്രോളും അടിച്ചു. അവിടെ ഞങ്ങൾ നേരെ പോയത് റാസ റെസ്റ്റോറൻറ്റിലാണ്. ഗസ്റ്റിന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ നേരെ ചെന്നു ചപ്പാത്തിയും കറിയാണ് കഴിച്ചത്. പിന്നെ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അവിടെ നിന്ന് ഒരു കേസ് വെള്ളം മേടിച്ചു. 120 രൂപയാണ് 12 എണ്ണത്തിന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് വാളറ വെള്ളച്ചാട്ടത്തിലോട്ടാണ്. പിന്നെ അവർക്ക് ഫ്ലോറ ആൻഡ് ഫുനെ പോകണമെന്ന് പറഞ്ഞു. നേരെ അങ്ങോട്ടാണ് പോയത്. ഇവിടെ ഇനി ഗസ്റ്റ് വന്നവരെ നമുക്ക് റെസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വന്നു. അവിടെ ഞങ്ങൾ നേരെ പോകുന്നത് ഗ്രീൻ ഫാമിലോട്ടാണ്. അവർക്ക് സ്പൈസസ് ഗാർഡൻ വിസിറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തൊട്ട് തന്നെ പെരുമഴയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, മഴ കാരണം. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് മുതുവൻകുടിയിലുള്ള റെയിൻവുഡ് റിസോർട്ടിലോട്ടാണ്. അവിടെയാണ് ഇന്ന് അവർക്ക് സ്റ്റേ. അങ്ങനെ ലഗേജ് എല്ലാം ഇറക്കി വെച്ചു. ഗസ്റ്റ് നേരെ റൂമിലോട്ട് പോയി. ഞാൻ നേരെ വണ്ടികൊണ്ട് പാർക്കിങ്ങിലിട്ടു. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോപ്പും എണ്ണയും പേസ്റ്റൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ അതും മേടിച്ചു. ഒരു പാക്കറ്റ് അട്ടാണിയും മേടിച്ചു. അതും കുറച്ച് നേരം വണ്ടിയിൽ കിടന്ന് ഉറങ്ങി. അടുത്തുള്ള ഡ്രൈവറോട് ഉണ്ടായിരുന്നു. പുള്ളി ഫുഡ് കഴിക്കണ കേസ് പറഞ്ഞ് വിളിച്ചു. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അതത്ര തൃപ്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ വണ്ടിയിൽ ബെഡെല്ലാം സെറ്റ് ചെയ്തു. ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. പഴയ പോലെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.